ഇത്രയും ഒരു ലിമിറ്റഡ് സാഹചര്യത്തിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ ദൈവം സഹായിച്ചു. സോ വി വർ ലുക്കിംഗ് അറ്റ് ഡിസൈപ്പിൾഷിപ്പ്. വി വർ ലുക്കിംഗ് അറ്റ് വാട്ട് ഈസ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. എപ്പോഴും ഡിസൈപ്പിൾഷിപ്പ്, ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ എന്ന് വലിയൊരു ചോദ്യമാണ്. പക്ഷേ ഗോഡ് വാണ്ട്സ് ഡിസൈപ്പിൾസ്, അത് വെരി ക്ലിയർ ആണ്. So let's quickly review very quickly. നമ്മൾ പഠിച്ചത് true discipleship is a way of life. It is a way of life based on the gospel and the assembly fellowship. വളരെ കടപ്പാടോടുകൂടെ വികാരത്തോടുകൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. അതിന് ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. ചാലഞ്ച് ഓഫ് സെൽഫ് ഡിസെപ്ഷൻ, അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആൻഡ് പ്രൈഡ്, നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. ഈ ചലഞ്ചസിന്റെ മധ്യേ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. യെസ്, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ സ്ലൈഡ് നമ്പർ 3. ഇറ്റ്സ് എ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ ഡിസൈപ്പിൾഷിപ്പ് ബേസ്ഡ് ഓൺ ഒബ്ലൈജ്ഡ് ലവ്, ഫിയർലെസ് ഹ്യൂമിലിറ്റി, എൻഡ്യൂറിംഗ് ഒബീഡിയൻസ്, ജോയ്ഫുൾ കമ്മിറ്റ്മെന്റ് ആൻഡ് പേഷ്യന്റ് ഹോപ്പ്. ഇതെല്ലാം ഒരുമിച്ച് ഒത്തിണങ്ങി വരുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് വിളിക്കുന്നത്. അടുത്തതായി നമ്മൾ കണ്ടത് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ലൂക്ക് 14 നമ്മൾ അത് കണ്ടു. അവിടെ ആ ചാപ്റ്റർ നമ്മൾ വായിച്ചപ്പോൾ അവിടെ എക്സ്ക്യൂസ് തരുന്ന കുറെ ആൾക്കാരുണ്ട്, ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട്. അതിനുശേഷം കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് പഠിപ്പിക്കുന്ന തക്ക രീതിയിൽ ലൂക്ക് സെക്കൻഡ് ഹാഫില് unless and until you leave everything and choose me, you cannot be my disciple. നമുക്ക് പ്രിയപ്പെട്ട ലോകത്തുള്ള എല്ലാവരെയും കാട്ടി നമ്മൾ അങ്ങനെ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്ത് വന്നില്ലെങ്കിൽ we cannot be God's disciple. അതാണ് നമ്മൾ അവിടെ കണ്ടത്. അടുത്ത സ്ലൈഡിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചർ ആണ്. Sermon on the Mount ഇങ്ങനെയാണ്. ഇതിങ്ങനെ പെട്ടെന്ന് കോപ്പി ചെയ്ത് അയച്ചത് കൊണ്ട് ഒരല്പം അലൈൻമെന്റ് മാറിയിട്ടുണ്ട്. പ്ലീസ് ബെയർ വിത്ത് മീ, ബട്ട് ലെറ്റ്സ് ഗോ അഹെഡ്. സെർമൺ ഓൺ ദ മൗണ്ടിൽ കിങ്ഡം പ്രിൻസിപ്പിൾസ്, അതായത് കർത്താവ് രാജാവായി ജീവിക്കുമ്പോൾ കർത്താവിന്റെ കീഴിൽ ജീവിക്കുന്നവര് എങ്ങനെയാണ് ആ രാജ്യത്വം സ്വീകരിച്ച് ജീവിക്കേണ്ടത് എന്ന് കിങ്ഡം പ്രിൻസിപ്പിൾസ് ചാപ്റ്റർ 5 3-16 കാണുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ സെക്ഷൻ ഗോഡ് കറക്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഗോഡ് പ്രസംഗം കേട്ടവർ ചോയ്സ് ചെയ്യാൻ വേണ്ടി ചാപ്റ്റർ 7 12-27 ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ നമ്മൾ അതിന്റെ കിങ്ഡം സ്റ്റാൻഡേർഡിനെ പറ്റി പഠിക്കുമ്പോൾ വിൽ ഗോ ടു സ്ലൈഡ് നമ്പർ 6. Sermon on the Mount കിങ്ഡം സ്റ്റാൻഡേർഡ്സ് ആണ് ചാപ്റ്റർ 5 3-16. അതിന്റെ കൺക്ലൂഷൻ ഇതാണ്: unless and until you bear all these things, unless and until you go after the kingdom principles, it will never lead others to praise God. ഉപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മുകളിലുള്ള സിറ്റി പോലെ, അല്ലെങ്കിൽ ലാമ്പ് പോലെ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സ്ലൈഡ് നമ്പർ 7 ആ ചാപ്റ്റർ 5:16 കൺക്ലൂഷൻ ആണ് അവിടെ കാണുന്നത്. ഇൻ ദ സെയിം 5:16, മാത്യു 5:16, in the same way let your good deeds shine out for all to see, so that everyone will praise your heavenly Father. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് മാത്യു 5:16 കർത്താവ് ആ നിയമങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തത്. വീണ്ടും അടുത്ത സ്ലൈഡിൽ വരുമ്പോൾ റിമൈൻഡർ ആണ്. അടുത്ത സ്ലൈഡിൽ ദ സ്ട്രക്ചർ, കിങ്ഡം പ്രിൻസിപ്പിൾസ്, കറക്ഷൻ ആൻഡ് ദ ചോയ്സ്. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ഈ പ്രിൻസിപ്പിള്, ആ പിക്ചർ. ഓക്കെ, ഇത് സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യാമോ? ഓക്കെ, ഇതാ ഈ സാധനം, ഈ പിക്ചർ എല്ലാവരും
ഓർത്തിരിക്കണം. ഇതാണ് ഇതിന്റെ സമ്മറി. ഓക്കെ, നൗ ഇന്ന് നമ്മൾ ഈ കറക്ഷന്റെ ഭാഗത്തിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ കറക്ഷന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോ, അതായത് ദൈവം അവരെ കൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ അവരെങ്ങനെ തെറ്റിദ്ധരിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് ദൈവം അവരെ കറക്റ്റ് ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ഈ നിയമം ഫുൾഫിൽ ചെയ്യാനാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കിയിട്ടേ കാര്യമുള്ളൂ. അവരവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ബൈബിൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ മശിഹായെ പിന്തുടരാൻ കഴിയില്ല, ഡിസൈപ്പിൾ ആകാൻ കഴിയില്ല. അങ്ങനെ ആങ്കർ, ഡിവോഴ്സ്, അഡൽട്ടറി, ട്രൂത്ത്ഫുൾനെസ്, റിവെഞ്ച്, ലവ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതെല്ലാം കർത്താവ് അവരുടെ വ്യാഖ്യാനത്തെ കറക്റ്റ് ചെയ്തു. അപ്പം ഡിസൈപ്പിൾസിനോട്, കർത്താവിനെ കേൾക്കാൻ വേണ്ടി വന്നവരോട് കർത്താവ് ആദ്യം പറഞ്ഞത് കർത്താവിന്റെ പ്രിൻസിപ്പിൾസ് ആണ്, പിന്നെ കറക്ഷൻ ആണ്. കറക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിതത്തെയും വികാരത്തെയും അനുസരണത്തെയും വ്യാഖ്യാനിക്കരുത്. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ എന്റെ ഡിസൈപ്പിൾ ആകാൻ പറ്റില്ല. ഇന്ന് തൊട്ട് രണ്ടാമത്തെ കറക്ഷനാണ് ട്രൈ ചെയ്യുന്നത്. രണ്ടാമത്തെ കറക്ഷനാണ് ഹിപ്പോക്രസി. അടുത്ത സ്ലൈഡില് രണ്ട് കറക്ഷൻ മാച്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. നമ്മൾ രണ്ടാമത്തെ കറക്ഷൻ ഹിപ്പോക്രസി. അപ്പം ഈ ഹിപ്പോക്രസിയൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് ആൾക്കാർ എപ്പോഴും ടെംപ്റ്റഡ് ആണ് ഹിപ്പോക്രിറ്റ് ആകാൻ. കാരണം ആൾക്കാർക്ക് എപ്പോഴും മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. സ്ലൈഡ് നമ്പർ 9. അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് ആളുകൾക്ക് താല്പര്യം. അപ്പം ആ കറക്ഷനിൽ കർത്താവ് 3-4 കാര്യം പറയുന്നുണ്ട്. ദ ഫസ്റ്റ് തിങ് ഹി ഈസ് ട്രൈങ് ടു കറക്റ്റ് ഹിസ് പ്രയർ. ചാപ്റ്റർ 6 വേഴ്സ് 1 ആണ് അതിന്റെ പ്രിൻസിപ്പിള്. ഞാനിത് വായിക്കാം. ബിവെയർ ഓഫ് പ്രാക്ടീസിങ് യുവർ റൈച്ചസ്നെസ് ബിഫോർ അതർ പീപ്പിൾ ഇൻ ഓർഡർ ടു ബി സീൻ ബൈ ദം. ഇഫ് യു ഡു ലൈക്ക് ദാറ്റ് ദെൻ യു വിൽ ഹാവ് നോ റിവാർഡ്. അപ്പൊ ആ സെക്കൻഡ് കറക്ഷൻ ആണ് 6-ാം അധ്യായത്തിൽ വരുന്നത്. ആദ്യത്തെ കറക്ഷൻ നിയമത്തെ പറ്റിയായിരുന്നു. രണ്ടാമത്തെ കറക്ഷൻ ഹിപ്പോക്രസിയെ പറ്റി. അതിന്റെ പോയിന്റ് ആണ് 6 വേഴ്സ് 1. എല്ലാവരും കാണാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നീതിയെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രതിഫലവും കിട്ടില്ല എന്ന പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് കർത്താവ് 3-4 എക്സാമ്പിൾ പറയുകയാണ്. എവിടേക്കാണ് വിശ്വാസികൾ ഹിപ്പോക്രസി ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഒന്ന്, ജനറോസിറ്റി. ആദ്യത്തെ 4 വാക്യത്തില് ജനറോസിറ്റി, ഞാൻ ഭയങ്കര ധാരാളമായ ആളുകൾക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു വിശാല ഹൃദയമുള്ള ഒരാളാണെന്ന് കാണിക്കാൻ ഒരു ടെംപ്റ്റേഷൻ പൊതുവെ ആളുകൾക്കുണ്ട്. അപ്പൊ അതിനെ കർത്താവ് കറക്റ്റ് ചെയ്യുന്നു. 2, ചാപ്റ്റർ 5 to 15 പ്രയർ. പ്രാർത്ഥിക്കുന്നതിലാണ് പലപ്പോഴും നമ്മുടെ അടക്കം കപടഭക്തി കാണിക്കുന്നത്. അത് കർത്താവ് പറയുന്നത്, ചിലപ്പോൾ ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ റെപ്പിറ്റീഷൻ. അപ്പൊ അതും ഒരു ടെംപ്റ്റേഷൻ ആണ്. 3-ാമത്തെ ടെംപ്റ്റേഷൻ ആണ് കപടഭക്തിക്കുള്ളത്, ഫാസ്റ്റിംഗ്. അതാണ് കർത്താവ് കറക്റ്റ് ചെയ്തത്. അതായത് ആത്മീയതയുടെ അങ്ങ് മുകളിൽ നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തോന്നുന്നത് എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ ഉപവസിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിനും ഹിപ്പോക്രറ്റിക്കലാകാതെ വണ്ണം ഇരിക്കണം. അതാണ് കറക്ഷൻ. അങ്ങനെ ജനറോസിറ്റി കഴിഞ്ഞു, പ്രയർ കഴിഞ്ഞു, ഫാസ്റ്റിംഗ് കഴിഞ്ഞു. പിന്നെ 6-ാം അധ്യായം 19 തൊട്ട് 34 വരെ ഉള്ള വാക്യത്തില് ജനറൽ ആയിട്ട് ജീവിതത്തെ പറ്റിയുള്ള കറക്ഷൻസ് ആണ്. അതായത് ജീവിതത്തിൽ കപടഭക്തി ഉണ്ടാകുന്ന എപ്പോഴാ? കർത്താവ് പറഞ്ഞ പോയിന്റ്, വറി ചെയ്യുമ്പോഴാ, വ്യാകുലപ്പെടുമ്പോഴാണ് നമ്മുടെ ഭക്തി കപടഭക്തിയാകുന്നത്. നമ്മുടെ ദൈവം സ്വർഗത്തിലുള്ള ദൈവമാണെന്നും ഈ ഭൂമിയെയും
എല്ലാ ഇവന്റ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ വ്യാകുലപ്പെടരുത്. വ്യാകുലപ്പെടുകയാണെങ്കിൽ അതും ഭക്തിയായിട്ട് ദൈവം കണക്കിടില്ല. അപ്പൊ ദൈവം എല്ലാ പോയിന്റും അങ്ങ് സ്ട്രെസ് ചെയ്യുകയാണ്. അങ്ങനെ വന്ന അവസാനമായിട്ട് 7-ാം അധ്യായത്തിന്റെ അതിന്റെ ആദ്യത്തെ 5 വാക്യത്തില് അവസാനമായിട്ട് ന്യായം വിധിക്കരുത്. അതായത് മനുഷ്യൻ അഭിപ്രായം പറയുന്നത് പോലെയല്ല മനുഷ്യൻ ന്യായം വിധിക്കുന്നത്. ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ ന്യായം വിധിക്കുന്ന ഒരു 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 സ്വഭാവ വിശേഷണം മനുഷ്യർക്കുണ്ട്. അങ്ങനെ ഈ 5 കാര്യങ്ങൾ, ഒന്ന് വിശാല മനസ്സ് കാണിക്കാൻ, ആ വിശാല മനസ്സ് ഉള്ള ഒരാളായിട്ട് നമ്മളെ തന്നെ കാണിക്കാൻ നമ്മൾ പലപ്പോഴും കപടഭക്തി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയിലാണ് കപടഭക്തിയിൽ വളരെയധികം വരുന്നത്. അത് ആൾക്കാർ കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, നല്ല നല്ല കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ദൈവത്തിനും ബൈബിൾ സ്റ്റഡി വരെ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. ദൈവമേ ജെനസിസ് 1:8 ഇങ്ങനെയാണല്ലോ എന്ന രീതിയിൽ നമ്മളൊരു വ്യക്തിയായിട്ട് ദൈവത്തോടാണ് സംസാരിക്കുന്നത് എന്ന് മറന്നുപോയി നമ്മൾ പ്രാർത്ഥനയിലും ഭക്തി കപടഭക്തിയായി മാറാറുണ്ട്. ഫാസ്റ്റിംഗ് പിന്നെ പൊതുവെയുള്ള മനുഷ്യന്റെ ഈ വ്യാകുല ജീവിതം, മീൻസ് ആധികാരികമുള്ള ജീവിതം, വറി ഈസ് സിൻ. അതാണ് കർത്താവിന്റെ പോയിന്റ്. അവസാനമായിട്ട് ബീയിങ് അൺനെസസറിലി അൺബിബ്ലിക്കലി ജഡ്ജ്മെന്റൽ വിത്തൗട്ട് സീയിങ് യുവർ ഓൺ സിൻ, അതാണ് ആ പോർഷനിൽ പറയുന്നത്. നമുക്ക് ആ ഭാഗത്തോട്ടും കിടക്കാം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളാണ് അവിടെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് കറക്ഷനിൽ നിയമത്തെ പറ്റിയായിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ നിയമത്തെ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യാൻ വന്നതാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കരുത്. ദൈവം എങ്ങനെയാണോ ന്യായപ്രമാണത്തെ കാണുന്നത് അങ്ങനെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ് കോപത്തെയും അഡൾട്ടറിയെയും ഡിവോഴ്സ്, സ്വെയറിങ്, റിവെഞ്ച്, ലവ്, ഈ 6 തീംസിനെ കർത്താവ് കറക്റ്റ് ചെയ്യാണ്. രണ്ടാമത്തെ പ്രസംഗത്തിന് 2-ാമത്തെ ഭാഗത്ത് വന്നപ്പോൾ 2-ാമത്തെ കറക്ഷൻ, ആ കറക്ഷൻ എന്താ? കപടഭക്തി. ഈ ഭക്തി കൂടി അത് കപടഭക്തിയാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് വീണ്ടും നമ്മുടെ ജനറോസിറ്റി, നമ്മുടെ പ്രെയർ ലൈഫ്, ഫാസ്റ്റിംഗ്, പൊതുവെയുള്ള ലൈഫ്, പിന്നെ ജഡ്ജ്മെന്റൽ നേച്ചർ, ഈ 5 കാര്യങ്ങളെയും കർത്താവ് വീണ്ടും കറക്റ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 7-ാം അധ്യായം 6 തൊട്ട് 12 വരെ കർത്താവ് ആ കറക്ഷന് സൊല്യൂഷൻ കൊടുക്കുകയാണ്. ആ സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് 7-12 മുതൽ അവസാനം വരെ വിശ്വാസികളോട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ടൈമായി, അതുകൊണ്ട് യു മേക്ക് യുവർ ചോയ്സ്. ഇതാണ് ഈ സെർമന്റെ സ്ട്രക്ചർ. ഞാനിത് റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഈ സ്ട്രക്ചർ നമ്മൾ എപ്പോഴും ഓർത്തോണ്ട് ഇരിക്കണം. ഓക്കെ, നൗ ലെറ്റ് us read. Let us look in detail. So, 8:30 we will try to go as much as we can. But we will stick with hypocrisy and God's solution to hypocrisy. ആ ഒരു പോയിന്റ് വരെ നമുക്ക് അടുത്ത അരമണിക്കൂർ കൊണ്ട് നമുക്കത് പഠിച്ച് നിർത്താം എന്ന് വിചാരിക്കുന്നു. So, let's start with chapter 6 verse 1. 6 verse 1-ൽ കർത്താവ് 2-ാമത്തെ കറക്ഷൻ തുടങ്ങുകയാണ്. കർത്താവ് അവിടെ പറയുകയാണ്, ബിവെയർ ഓഫ് പ്രാക്ടീസിങ് യുവർ റൈച്ചസ്നെസ് ബിഫോർ അതർ പീപ്പിൾ. അതായത് നീതി സ്വഭാവം, നീതി ആക്ഷൻസ്, അത് എല്ലാവരും കാണുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ പ്രതിഫലം ഇല്ല. അത് കർത്താവ് വളരെ ക്ലിയർ ആണ്. അതാണ് ഫസ്റ്റ്, ആ കറക്ഷന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ്. നൗ ഈ പല വാക്യങ്ങളില് ഈ നീതി പ്രവൃത്തിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് കർത്താവ് പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയേക്കാൾ കവിഞ്ഞ് ഒഴുകണം എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ട് നീതിമാന്മാരായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒറിജിനലായിട്ട് നീതി പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇതാ ജെയിംസും പോളും തമ്മിലൊരു ഡിസ്കഷനാണ്. രക്ഷിക്കപ്പെട്ടവർക്ക്
മോശമായ ആക്ഷൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എന്നാൽ അത് പാപമാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് പാപം ചെയ്യാൻ പറ്റുമോ? പാപം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ തന്നെ അതല്ല വിഷയം. ചില വ്യക്തികൾ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി നന്നായി ജീവിച്ചാൽ എന്റെ നീതീകരണം കൂടുവോ? ഇല്ല. മോശമായി ജീവിച്ചാൽ കർത്താവ് നരകത്തിലിടുവോ? ഇല്ല. അപ്പം ഞാൻ ഇനി എങ്ങനെ വേണേലും ജീവിക്കാം എന്ന കൺക്ലൂഷനിൽ പലരും എത്താറുണ്ട്. അങ്ങനെ എത്തുന്നവർക്ക് നമുക്ക് വിവേചിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എത്ര പേരാ ശരിക്കും രക്ഷിക്കപ്പെട്ടേക്കുന്നത് എന്ന് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവർ വർക്ക്സ് ആർ ഇമ്പോർട്ടന്റ്. അതാണ് കർത്താവ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. നീതിമാനാണ് ശരി, നീതിമാൻ നീതി പ്രവർത്തിക്കണം. നീതി പ്രവർത്തിക്കാതെ നീതിമാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ അതിന് ആൻസർ ഉള്ളൂ. നീതിമാനാണ് നീതി പ്രവർത്തിക്കേണ്ടത്. നീതിമാൻ നീതി പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ നീതിമാനാന്ന് പറഞ്ഞാൽ ശരിക്കും നീതിമാനാണോ അല്ലയോ, ദൈവമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ കൃത്യമായി അറിയുള്ളൂ. നമുക്കൊരു പരിധി വരെ ആക്ഷൻസ് നോക്കി ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 3-4 വേഴ്സസ് വായിക്കാം. അത് ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സാംസ് മലയാളത്തിൽ വായിക്കണേ. സാംസ് 106 verse 3. ഒരു 5 വാക്യമുണ്ട്, 4 വാക്യം. ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. അതെ, അപ്പം ന്യായത്തെ പ്രവർത്തിക്കുന്നതും എപ്പോഴും ഡൂയിങ് വാട്ട് ഈസ് റൈറ്റ്, there is joy for such a person. അടുത്ത വാക്യം 1 John 2:29. ഇതിപ്പോ നീതി പ്രവർത്തിക്കുക എന്നതിന്റെ ഇമ്പോർട്ടൻസ് വരച്ചു കാണിക്കുകയാണ്. 1 John 2:29. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ നീതിമാനാണ് എങ്കിൽ, ഇഫ് യു നോ ദാറ്റ് ക്രൈസ്റ്റ് ഈസ് റൈച്ചസ്, കർത്താവ് നീതിമാനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, വി ഓൾസോ നോ ദാറ്റ് all who do what is right are God's children. അപ്പോൾ നീതി പ്രവർത്തിക്കണം, റൈറ്റ് ആയിട്ട് ആക്ഷൻസ് ചെയ്യണം. കുറെ പ്രവർത്തികൾ ചെയ്ത് കൂട്ടിയിട്ടല്ല, ചെയ്യുന്ന പ്രവൃത്തി അഴകായിട്ട് ചെയ്യണം. ചെയ്യുന്ന പ്രവൃത്തി നീതി ഉള്ള ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അത് ചെയ്യണം. ഇനി ഇതേ ഓർഡറാണ് 1 John 3:7. 2 വാക്യമുള്ളൂ. 1 John 3:7. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. Don't let anyone deceive you. When people do what is right, it shows that they are righteous. Very important ആണ്. ഇത് സ്ട്രെസ് ചെയ്യാൻ കാരണം പരീശന്മാര് റൈറ്റ് ആക്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മനസ്സിൽ അവരുടെ ആക്ഷൻസ് എല്ലാം തെറ്റാണെന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആക്ഷൻസ് കർത്താവിന്റെ നീതിയെ റിഫ്ലക്ട് ചെയ്യുന്ന ആക്ഷൻസ് ആയിരിക്കണം. അല്ലെങ്കിൽ ഭക്തി എന്ന് നിരൂപിക്കുന്നത് എല്ലാം കപടഭക്തിയായി മാറും. വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഭക്തി ഒരിക്കലും കപടഭക്തിയായി മാറരുത്. അവസാനമായിട്ട് 1 John 3:10. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അല്ല. അപ്പൊ അത് ഇച്ചിരി സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് രക്ഷ നഷ്ടപ്പെടുവോ? ഒരിക്കലും നഷ്ടപ്പെടില്ല. ഒറിജിനലായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രക്ഷ ഭദ്രമാണ്. മെയ്ഡ് ഇൻ ചൈന രക്ഷയാണെങ്കിൽ അത് രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിൾ പല സ്ഥലത്ത് പറയുന്നത് മേക്ക് യുവർ എലക്ഷൻ ഷുവർ. പീറ്റർ ഒക്കെ എഴുതുമ്പോൾ പറയും, നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ഉറപ്പുവരുത്തണം. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് നീതി പ്രവർത്തിക്കുമ്പോഴാണ്
അത് ഒന്ന് കപടഭക്തിയാകുന്നത്, അതാണ് മേജർ കോസ്. രക്ഷിക്കപ്പെടാത്ത കുറെ പേര് നമ്മുടെ സഭകളിലുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ഭക്തി കാണിക്കുമ്പോഴാണ് ആ ആക്ഷൻസ് എല്ലാം കപടഭക്തിയായി മാറുന്നത്. രണ്ടാമത്, രക്ഷിക്കപ്പെട്ടവർക്ക്, ഒറിജിനലായിട്ട് രക്ഷിക്കപ്പെട്ടവരും ടെംപ്റ്റഡ് ആവും ഈ കപടഭക്തി ചെയ്യാൻ. അപ്പൊ എന്തിനാണ് ആ ടെംപ്റ്റേഷൻ? എന്തുകൊണ്ടാണ് അവരെ കപടഭക്തിയിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കപടഭക്തിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്? 2 സ്ലൈഡ് ഉണ്ട് അതിനകത്ത്. ഒരു സ്ലൈഡ് 3 and 4, വാട്ട് ഈസ് ഹിപ്പോക്രസി. താഴോട്ട് വന്നോളൂ. മതി. 27, 22, 23 യാ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് ക്വിക്കായിട്ട് റിവ്യൂ ചെയ്യാം. പക്ഷെ ഈ 22, 23 എന്തുകൊണ്ടാണ് ആൾക്കാർ കപടഭക്തി അറിഞ്ഞോ അറിയാതെയോ ഇഷ്ടപ്പെടുന്നത്? ഒന്ന്, ടു മാസ്ക് മോറൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ, ഞാൻ പാപിയാണെന്ന് വളരെ രഹസ്യമായിട്ട് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് ആളുകൾ എന്റെ പാപത്തെ കണ്ടുപിടിക്കും. അപ്പൊ പേടിയാ. അപ്പൊ ആ പേടി കുറെ പേടിച്ചു കഴിയുമ്പോൾ ഇടയ്ക്കൊരു ഹല്ലേലൂയയും ഇടയ്ക്കൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഇടയ്ക്കൊരു തോട്ട്സ് ഒക്കെ പറഞ്ഞു ഒന്ന് പതപ്പിച്ച് സഭയിലും ഫാമിലിയിലും ഒക്കെ അങ്ങ് നിൽക്കും. നമ്മുടെ പാപത്തെ മൂടാൻ ഉള്ള ധൃതിയില് നമ്മൾ കപടഭക്തി ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. രണ്ടാമത്തെ ഒരു പോസിബിൾ കാര്യം എന്ന് പറയുന്നത്, അനുദപിച്ചിട്ടും വീണ്ടും പാപം ചെയ്യുക. വീണ്ടും അനുദപിച്ചു, വീണ്ടും പാപം ചെയ്തു. അങ്ങനെ അനുദപിച്ച് ടയേർഡായി കഴിയുമ്പം ഇനിയിപ്പം എനിക്ക് ആത്മീയനാകാൻ പറ്റില്ല, അതുകൊണ്ട് ആക്ട് ചെയ്യാം. ഒരു ആക്റ്റീവായിട്ട് പല ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ മടുത്തിട്ട് ചെയ്യുന്നവരും ഉണ്ട്. മൂന്നാമതായിട്ട്, വിശ്വാസവും പ്രത്യാശയും ഒക്കെ വെക്കാൻ ജീവിതത്തിൽ അങ്ങ് ക്ഷീണം വരിക. ഇനി വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാൻ, ഇതൊക്കെ തന്നെ. തെറ്റ് ചെയ്യുന്നവരെ ദൈവം സഹായിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വിചാരിച്ച് അങ്ങ് മടുക്കും. ദൈവത്തിന്റെ കുറ്റം കണ്ടുപിടിച്ച് തെറ്റ് ചെയ്യുന്നവർക്കാണ് ദൈവം സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അങ്ങനെ മടുത്തുപോയ ആളുകൾ. അപ്പം ആദ്യമായിട്ട് ടു മാസ്ക് മോറൽ ഫെയിലിയർ, നമ്മുടെ കുറ്റവും കുറവുകളും പാപവും അതിൽ നിന്നുണ്ടാകുന്ന ക്ഷീണത്തെയും മൂടാൻ വേണ്ടി കപടഭക്തി നമ്മൾ കാണിക്കാറുണ്ട്. രണ്ടാമത്, വലതുവശത്തെ കോളത്തില് ടു ഫാസ്റ്റ് ട്രാക്ക് സ്പിരിച്വൽ ഗ്രോത്ത്. ഈ ആത്മീയ ജീവിതം തലയ്ക്ക് പിടിച്ച ചില സംഭവങ്ങളുണ്ട്. പെട്ടെന്ന് ആത്മീയനാകണം എന്ന ചിന്ത വരുമ്പോ കപടഭക്തിക്ക് വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ഒന്നാമതായിട്ട്, they are not satisfied with the normal rate of spiritual growth. അതായത് അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തിൽ ഭക്തിയിൽ വളരുന്നത്. അതിന് ഭയങ്കര സമയമെടുക്കും. ജീവിതത്തിൽ കുറ്റവും കുറവും തോൽവിയും എല്ലാം സംഭവിക്കും. അപ്പം അങ്ങനെ അനുസരിച്ച് പെതുക്കെ 10-30 വർഷമൊക്കെ എടുത്താലേ ആത്മീയമായി വളരാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇന്നത്തെ ബ്രോഡ്ബാൻഡും ജെറ്റും ഫാസ്റ്റ് ഫുഡിന്റെ കാലത്ത് എല്ലാം വേഗം കിട്ടുമ്പം ഈ വേഗം ആത്മീയനാകാനുള്ള ധൃതിയില് ഒരു പരിധിവരെയൊക്കെ അനുസരിക്കും. പിന്നെ ബാക്കി ഭക്തി അഭിനയിക്കുക. കാരണം സ്പീഡിൽ ആത്മീയനാകുമ്പോൾ കുറെ വളർന്നു അവർക്ക് തന്നെ തോന്നും. കുറെ ആൾക്കാര് നമ്മളെ പറ്റി നല്ലതൊക്കെ പറയും. അപ്പം എന്തോ ദൈവത്തിന്റെ ഇതനുസരിച്ച് പോയാൽ സ്പീഡ് കുറവാ. അപ്പൊ ചിലർ അങ്ങനെയാ, എളുപ്പത്തിൽ ആത്മീയനാകാൻ വേണ്ടി അനുസരണത്തിന്റെ കൂടെ ഒരല്പം കപടഭക്തിയും കൂടെ ഫിറ്റ് ചെയ്ത് അങ്ങനെ പോവാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ടു മിനിമൈസ് ദ ചാലഞ്ചസ് ഫ്രം ഒബീഡിയൻസ്. അനുസരിക്കുമ്പോൾ തോൽക്കും അല്ലെങ്കിൽ വേദന എടുക്കും. തോറ്റാൽ അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയാൽ വീണ്ടും അനുദപിക്കണം. അങ്ങനെ അനുസരിച്ച് വളരുമ്പോൾ അതിന് അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. അപ്പം അനുസരണം അഭിനയിക്കുകയാണെങ്കിലോ ഇത്രയും ദുഃഖമൊന്നും ഇല്ല. അതുകൊണ്ടാണ് പലരും ഇത് അഭിനയിക്കാൻ നോക്കുന്നത്. ഈ അഭിനയിച്ചാൽ ഞാനത് ചെയ്തു എന്നൊരു ഫീലിംഗ് കിട്ടും. മൂന്നാമതായിട്ട്, ഹിപ്പോക്രസി will help people to feel that
they are more they are more controlling their own spiritual life. ഇപ്പൊ നമ്മൾ 10 പേർക്ക് ക്ഷമിച്ചു, കരുണ കാണിച്ചു, അല്ലെങ്കിൽ പെർസിക്യൂഷൻ സഹിച്ചു, നമ്മൾ ആത്മീയമായി വളർന്നു എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഹൃദയം പുറത്തെടുത്ത് കാണിച്ച് ഞെക്കി നോക്കാൻ പറ്റില്ലല്ലോ. അതേസമയം ഞാൻ പാട്ട് പാടേണ്ടത് പാട്ട് പാടി, പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിച്ചു, ഹല്ലേലൂയ പറയേണ്ടടുത്ത് ഹല്ലേലൂയ പറഞ്ഞു, അങ്ങനെ ഒരു അല്പം പൊടുക്കി കപടമായ ഭക്തി കാണിക്കുകയാണെങ്കിൽ ഐ ഹാവ് മച്ച് ബെറ്റർ കൺട്രോൾ ഓഫ് എ സ്പിരിച്വൽ ലൈഫ്. കാരണം ആത്മീയമായി വളർന്നിട്ട് അത് മറ്റുള്ളവർ കണ്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. അതായത് ഞാൻ ആത്മീയമായി വളർന്നു, അത് ആൾക്കാർ കാണണം എന്ന് നിർബന്ധം വരും. ആ നിർബന്ധം വരുമ്പോഴാണ് കപടഭക്തിയിലേക്ക് ചരിയുന്നത്. കാരണം നിർബന്ധം ഇല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ ആരും അറിയില്ല നമ്മൾ എന്തോ ഒരു ആത്മീയനാണെന്ന്, വല്ലപ്പോഴും കുറച്ച് അറിഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പം 4 മെയിൻ തിങ്സ് ഉണ്ട്. 2 ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. വൈ പീപ്പിൾ ചൂസ് ഹിപ്പോക്രസി. 1, ടു മാസ്ക് മോറൽ ഫെയിലിയർ. 2, ടു ഫാസ്റ്റ് ട്രാക്ക് സ്പിരിച്വൽ ഗ്രോത്ത്. ഇനി 2 കൂടെ ഉണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോവാമോ? ഈ 2 കാര്യം കൂടി ഉണ്ട് ഈ കപടഭക്തി മനുഷ്യൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു വാസന വരാൻ കാരണം. ഒന്ന്, ടു ഫീൽ സ്ട്രോങ്. ഈ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളൊക്കെ നമ്മൾ അനുഗ്രഹിച്ചു വരുമ്പോ ഉണ്ടല്ലോ, നമുക്ക് ശക്തിയില്ല എന്നൊക്കെ തോന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ശക്തിയും വേണം, അനുസരിക്കുകയും വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് 2 കൂടെ മിക്സ് ചെയ്യും. ഞായറാഴ്ച ഭക്തിയും ചൊവ്വാഴ്ച ഭക്തി ഇല്ലാതെ വേറൊരു നിറം. കാരണം നമുക്ക് ബലം വേണമല്ലോ. ഇപ്പൊ മാത്യു ചാപ്റ്റർ 5 ആദ്യത്തെ വാക്യങ്ങളിലെ പ്രിൻസിപ്പിൾസ് നമ്മൾ വായിച്ചു. പെർസിക്യൂട്ട് ചെയ്യുമ്പോൾ ബ്ലെസ്ഡ് ആർ യു. ഓക്കെ, നമ്മൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ, ഒരു ബലം ഇല്ലാന്ന് നമുക്ക് തോന്നും. ഇത്രയും ദൈവത്തിന്റെ ബലമുള്ള സുവിശേഷം ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു ബലമില്ലല്ലോ. ക്ഷമിക്കാവുന്ന അങ്ങേ അറ്റം ക്ഷമിച്ചു, മറ്റേ വ്യക്തി ക്ഷമിക്കുന്നുമില്ല, മറിച്ച് ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ തോന്നും ഒരൊറ്റ അടി കൊടുത്താൽ ഇതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും, ഒരു അടി കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ മനുഷ്യന് തോന്നും കുറെ സഹിച്ചു കഴിയുമ്പോൾ. കാരണം കർത്താവിനെ അനുസരിക്കുന്തോറും ബലമില്ല എന്ന് തോന്നിപ്പോകും. അപ്പൊ കർത്താവിനെ ധ്യാനിക്കുകയുള്ളൂ നിവർത്തി. കർത്താവിന് ബോധം ഉണ്ടെന്ന് പറഞ്ഞു. കർത്താവിനെ വെല്ലുവിളിച്ചപ്പോ കർത്താവ് ആരും ഉപദ്രവിച്ചില്ല. പത്രോസ് ഒരാളുടെ ചെവി മുറിച്ചപ്പോ തിരിച്ചെടുത്ത് ഹീൽ ചെയ്തേ ഉള്ളൂ. അങ്ങനെ കർത്താവിനെ ഉപദ്രവിക്കാവുന്നിടത്തൊക്കെ കർത്താവ് ഉപദ്രവിച്ചപ്പോഴൊക്കെ കർത്താവ് അത് സഹിച്ച് അതുവഴി മുമ്പോട്ട് പോയതാ. അപ്പം ഇറ്റ് ലുക്സ് ലൈക്ക് മെസ്സിയ വാസ് വീക്ക്. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നപ്പം നീ മെസ്സിയാണെങ്കിൽ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആ മെസ്സിഹയുടെ പ്രിൻസിപ്പിൾസ് മാത്യു ചാപ്റ്റർ 5, 1-10 നമ്മൾ പഠിക്കുമ്പോൾ വി വിൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് വീക്ക്. നമുക്ക് അതുപോലെ ഉപദ്രവവും ഡിഫിക്കൽട്ടിയും വരുമ്പോൾ വി വിൽ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് വീക്ക്. അതുകൊണ്ട് ആൾക്കാർ സ്ട്രോങ്ങിന് വേണ്ടി ഒരല്പം ലോകത്തിന്റെ പ്രമാണം കൂടെ, ഒരു പൊടിക്ക് അഹങ്കാരം, ഒരു പൊടിക്ക് വരട്ടൽ. ഇപ്പൊ കർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ when he was reviled, he didn't revile back. മോശമായി പറഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞില്ല. അതിന്റെ അടുത്ത ലൈൻ വരട്ടിയില്ല എന്നാ. അപ്പം നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും അറ്റ കൈക്കൊക്കെ വരട്ടാറൊക്കെ ഉള്ള ടെംപ്റ്റേഷനൊക്കെ വരാം. അത് ഭർത്താവ് ഭാര്യയോടായാലും ഭാര്യ ഭർത്താവിനോടായാലും സഭയിലായാലും മനുഷ്യന് ഫ്രസ്ട്രേഷനൊക്കെ വന്നു കഴിയുമ്പോൾ അടിക്കാനോ പറ്റില്ല, എന്നാ ഒന്ന് വരട്ടിയേക്കാം എന്ന രീതിയിൽ. ഇതൊക്കെ ബലം നമുക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ കർത്താവിന്റെ പ്രിൻസിപ്പലിന്റെ ചലഞ്ചസ് മുമ്പിൽ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഹിപ്പോക്രസിയിലേക്ക് തിരിയുന്നത്, മിക്സ് ചെയ്യുന്നത്. ഭക്തിയും കപടഭക്തിയും കൂടെ ചിലപ്പോൾ അങ്ങ് മിക്സ് ചെയ്യും. അങ്ങനെ എല്ലാ ഭക്തിയും കപടഭക്തിയായി മാറാൻ ഭയങ്കര ചാൻസാണ്. 4, ടു ഫീൽ റെസ്പെക്റ്റഡ്. താഴ്മയുള്ളവനെ എത്ര പേര് ബഹുമാനിക്കും? ആരും ചിലപ്പോൾ ആ വ്യക്തിയെ അറിയത്തുപോലും ഉണ്ടാകത്തില്ല. എന്നാൽ പബ്ലിക്കായിട്ട് താഴ്മ കാണിച്ചാലോ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല ഒരു പ്രസംഗം പ്രസംഗിച്ചു, അല്ലെങ്കിൽ നല്ലൊരു തോട്ട്സ് പറഞ്ഞു, ബ്രദറുകാരുടെ ഭാഷയിൽ പറഞ്ഞ് നല്ലപോലെ പാടി. ഇതൊന്നും തെറ്റല്ല.
പക്ഷെ ഇങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്വഭാവം, ദയ, കരുണ, താഴ്മ, മേഴ്സി, സഫറിങ്, എൻഡ്യൂറൻസ്, അങ്ങനെ എല്ലാ നല്ല കാര്യവും ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നമ്മളോടൊരു ഇഷ്ടമൊക്കെ തോന്നും. മറ്റുള്ളവർ ഗുഡ് ബ്രദർ, ഗുഡ് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ റെസ്പെക്ട് ചെയ്യും. ഈ റെസ്പെക്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി ആൾക്കാർ വീണ്ടും കപടഭക്തിയിലേക്ക് തിരിയും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഭക്തി കപടഭക്തിയാകാൻ. ഇത് ഞാൻ വെറുതെ 4 മെയിൻ കാര്യങ്ങൾ അത് സ്ട്രെസ് ചെയ്തേ ഉള്ളൂ. സോ നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. മുമ്പോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം സെർമൺ ഓൺ ദ മൗണ്ടിൽ കിങ്ഡം പ്രിൻസിപ്പിൾസ് പറയുന്നു. കിങ്ഡം പ്രിൻസിപ്പിൾസ് പറഞ്ഞതിന് ശേഷം കർത്താവ് കറക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് ചെയ്തതിന് ശേഷം അവർക്കൊരു ചോയ്സ് കൊടുക്കുന്നു. നമ്മളിപ്പോൾ കറക്ഷനിലാണ്. കർത്താവ് 2 കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു. ഒന്ന്, അവരുടെ വചനത്തിനുള്ള അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ചെയ്തു. എന്തുവാ പറഞ്ഞേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കരുത്. ഇതാണ് അതിന്റെ അർത്ഥം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ വേണം മനസ്സിലാക്കാൻ. അതായത് ദൈവവുമായ ബന്ധത്തിൽ സ്ക്രിപ്റ്റേഴ്സ് വായിച്ചെങ്കിലേ അതിന്റെ പോയിന്റ് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പലപ്പോഴും BTH എടുത്ത്, MTH എടുത്ത്, PhD എടുത്തു ബൈബിളില് ഈ വിവരമുള്ള ഉണ്ടാവുകൊണ്ട് നമ്മൾക്ക് എല്ലാം മനസ്സിലാവില്ല. ദൈവവുമായുള്ള അനുസരണത്തിലൂടെ ദൈവവുമായുള്ള ഭയങ്കര ബന്ധത്തിൽ ബൈബിൾ വായിച്ചെങ്കിലേ വായിക്കുന്ന കാര്യം മനസ്സിലാകേണ്ട രീതിയിൽ മനസ്സിലാകുകയുള്ളൂ. ഇതാണ് ഫസ്റ്റ് കറക്ഷൻ. രണ്ടാമത്തെ കറക്ഷൻ ഹിപ്പോക്രസി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ കപടഭക്തിക്കാരായി പോവും. ഈ പരീശന്മാരെ പോലെ നിങ്ങളുടെ ഹൃദയം ജനറസ് ആണെന്ന് കാണിക്കാൻ നിങ്ങൾക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോഴാണ് കപടഭക്തിക്ക് ടെംപ്റ്റേഷൻ വരുന്നത്. ഉറക്ക പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ആൾക്കാര് കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഉപവസിക്കുന്ന സമയത്ത് ആൾക്കാർ കാണാൻ വേണ്ടി നല്ല കാര്യം ചെയ്യും. ജീവിതത്തിൽ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. ഫുൾ ടൈം അറിയാം ഈ ലോകത്തെ ഉണ്ടാക്കിയ ദൈവമാണ് എന്റെ ദൈവം, എന്റെ ദൈവമാണ് എന്നെ ഉണ്ടാക്കിയത്, ഈ ലോകത്തിന്റെ അറ്റം വരെ ദൈവത്തിന് അറിയാം. ഇതെല്ലാം വിശ്വസിച്ചിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആദ്യ ദൈവം പറയാണ്, നിങ്ങൾ വേറൊരു പാപവും ചെയ്തില്ലെങ്കിലും അങ്ങനെ ജീവിച്ചാൽ തന്നെ അത് കപടഭക്തിയാ. അത് കഴിഞ്ഞ് അവസാനം കർത്താവ് പറഞ്ഞത്, വെൻ യുവർ ജഡ്ജ്മെന്റിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ മറ്റുള്ളവരെ വിലയിരുത്തുന്ന സമയത്ത് അവിടെയും നിങ്ങളുടെ കപടഭക്തി തെളിവായി വരും. നിങ്ങളുടെ കണ്ണിലെ തേക്കും തടി മാറ്റിയിട്ട് മറ്റേ വ്യക്തിയുടെ കരട് എടുക്കാൻ നോക്കുക എന്ന പ്രമാണവും അവിടെ പഠിപ്പിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് പോയി ഈ പവർ പോയിന്റ് ലിമിറ്റേഷൻസ് കൊണ്ട് ചില കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തു. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്കത് കവർ ചെയ്യാം. ഓക്കെ, എന്നാൽ ഇതിന് കൺക്ലൂഷൻ വരണമല്ലോ. ഇപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം കർത്താവ് ഹിപ്പോക്രസിയുടെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ കൺക്ലൂഷനായിട്ട്, അത് ചോയ്സ് അല്ല, അതിന് മുന്നേ 7:6-12 അവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 7, 6-12. ഇപ്പൊ കപടഭക്തി എല്ലാം കറക്റ്റ് ചെയ്തിട്ട് കർത്താവ് പറയാ, ആ 6 എന്ന് വായിക്കാം. 6 ആണ് വെരി ഇമ്പോർട്ടന്റ് വാക്യം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. ആ, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. ആ, അതുകൊണ്ട് അവ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. 12-ാം വാക്യം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ന്യായപ്രമാണവും പ്രവാചകന്മാരും അത് ഫുൾഫിൽ ചെയ്യുന്നു. ആ കമാൻഡ്, ഈ 2 വാക്യമാണ് ആ കൺക്ലൂഷൻ സെക്ഷൻ. അതായത് ഹിപ്പോക്രസിയെ പറ്റിയുള്ള കറക്ഷനും, അതായത് ആദ്യമേ ന്യായപ്രമാണത്തെ പറ്റിയുള്ള കറക്ഷൻ കഴിഞ്ഞു, പിന്നെ ഹിപ്പോക്രസിയെ പറ്റിയുള്ള കറക്ഷൻ കഴിഞ്ഞു, എന്നിട്ട് ഒരു കൺക്ലൂഷനായിട്ട് 7:6 തൊട്ട് 12 വരെയാണ്
അത് ആ സബ്ജക്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ 12-ാം വാക്യത്തിലേക്ക് 6-ാം വാക്യത്തിലേക്ക് പോവാം. ഇത് പറഞ്ഞിട്ട് കർത്താവ് പറയാ, വിശുദ്ധമായതൊന്നും പട്ടികൾക്ക് കൊടുക്കരുത്, വിലപിടിപ്പ് മുത്തൊന്നും പന്നുകൾക്ക് കൊടുക്കരുത്, അത് വെറുതെ ചവിട്ടിക്കളയുള്ളൂ, നിങ്ങളെ അറ്റാക്ക് ചെയ്യും. അതായത് മൃഗങ്ങൾക്ക് ഈ വിശുദ്ധിയുള്ള സാധനം പറഞ്ഞു കൊടുത്താൽ അറിയില്ല. പന്നിക്ക് പേളും അതിന്റെ വില അറിയില്ല എന്ന് പറഞ്ഞാൽ, അത്രയും പറഞ്ഞിട്ട് കർത്താവ് അടുത്ത ലൈൻ 7-ാം വാക്യത്തിന്റെ ആദ്യം പറയാം, ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു എന്ന് പറഞ്ഞാൽ, ഈ ദൈവവുമായുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഇച്ചിരി വകതിരിവ് വേണം. ഈ ആത്മീയ ജീവിതം അത് റൈറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഡോണ്ട് ഗിവ് ടു ഡോഗ്സ്. ആത്മീയ കാര്യങ്ങൾ ആരാ പട്ടിക്ക് കൊടുക്കുന്നത്? ആരും പട്ടിക്ക് കൊടുക്കില്ല. ആത്മീയ കാര്യങ്ങൾ പട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അത് മൃഗമാണെങ്കിൽ കൊടുക്കാൻ പറ്റൂല. ഇനി അത് ജാതികളെ പറ്റി പറയുകയാണെങ്കിലും അതൊരു ഇല്ലസ്ട്രേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതർവേ നിങ്ങൾ ആത്മീയമായി ഇത്രയും കഷ്ടപ്പെടുന്നത് ഈ അനാത്മീയർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത രീതിയിലുള്ള സിറ്റുവേഷനിലേക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കരുത്. കാരണം അതിനുവേണ്ടിയാണല്ലോ കപടഭക്തി. എന്നാൽ മറിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആവുകയുള്ളൂ. അതായത് നിങ്ങൾ കപടഭക്തി ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. നിങ്ങൾ പന്നിക്ക് ഒരു പേള് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ പട്ടിക്ക് ഒരു വിശുദ്ധ ഉപകരണം കൊടുക്കുന്നത് പോലെയാണ്. അങ്ങനെ പട്ടിയെയും പന്നിയെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം കൊടുത്താലും ഈ പട്ടിക്കും പന്നിക്കും ഇതിന് തിരിച്ചറിവില്ല. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. നിങ്ങൾ എന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യ്. വിശുദ്ധമായ കാര്യം പട്ടിക്ക് കൊടുക്കരുത്, മുത്ത് പന്നിക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ ഇംപ്രസ് ചെയ്യാൻ നോക്കരുത് ഈ കപടഭക്തി കൊണ്ട്. കപടഭക്തി എന്തിനാ നമ്മൾ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ? ആത്മീയർക്ക് അത് എപ്പോഴും തിരിച്ചറിയാം. പാപികളെയും നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്തൊരു കാര്യമാണ് കപടഭക്തി. പന്നിക്ക് പേള് കൊടുക്കുന്ന പോലെയും പട്ടിക്ക് ഒരു വിശുദ്ധ കാര്യം കൊടുക്കുന്നത് പോലെയുമാണ് ഈ കപടഭക്തി ചെയ്യുന്നവരുടെ അധ്വാനം. ഒരു പ്രയോജനവുമില്ല. മറിച്ച് പ്രോപ്പറായിട്ട് അനുസരിച്ച് പ്രോപ്പറായിട്ട് കർത്താവിലേക്ക് വാ, അതിന് ഗുണമുണ്ടാവും. അതുകൊണ്ടാണ് 7-ാം വാക്യത്തില് ആസ്ക് ഇറ്റ് വിൽ ബി ഗിവൻ, നോക്ക് ഇറ്റ് വിൽ ബി ഓപ്പൺ. 8-ാം വാക്യം whoever receives, whoever asks receives, whoever knocks it will be opened. മകൻ ബ്രെഡ് ചോദിച്ചാൽ കല്ല് കൊടുക്കുവോ? ഇല്ല. അപ്പം കർത്താവ് പറയുന്ന അതിന്റെ 11-ാം വാക്യത്തില് മനുഷ്യ പാരന്റ്സിന് നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളുടെ അധ്വാനത്തോട് റെസ്പോണ്ട് ചെയ്യാൻ അറിയില്ലേ? നിങ്ങൾ എങ്ങനെ കപടഭക്തിയുടെ ട്രാക്ക് എടുക്കുന്നേ? നിങ്ങൾ ഇംപ്രസ് ചെയ്യുന്ന ആളുകള് ഒരു ഗുണമില്ല. നിങ്ങളുടെ ഈ അധ്വാനം, ഈ കപടഭക്തിക്ക് വലിയ അധ്വാനമാണ്. നിങ്ങളുടെ ഈ അധ്വാനത്തെ കൊണ്ട് ഒരു ഗുണമില്ല. പട്ടിക്ക് വിശുദ്ധ ഉപകരണം കൊടുക്കുന്ന പോലെയും പന്നിക്ക് പേള് കൊടുക്കുന്ന പോലെ ഉള്ളൂ. നിങ്ങളുടെ അധ്വാനത്തിനൊരു റിസൾട്ടും ഇല്ല, ഒരു ബഹുമാനവും ഇല്ല, തിരിച്ചു കടിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഈ അധ്വാനം എന്റെ നേർക്ക് അധ്വാനിക്ക്, എന്നോട് ചോദിക്ക്, എന്നോട് വഴങ്ങ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ബ്രെഡ് ചോദിച്ചാൽ കല്ല് കൊടുക്കില്ലല്ലോ, നിങ്ങൾക്ക് അത്രയും വിവരമുണ്ടല്ലോ. എന്നാൽ എന്നോട് ചോദിക്ക്, ഞാൻ റെസ്പോണ്ട് ചെയ്യും പോസിറ്റീവായിട്ട്. So you spend your time on me. ഭക്തിയിൽ സമയം ചെലവഴിക്ക്, അതിന് റിസൾട്ട് ഉണ്ടാവും. കപടഭക്തിയിൽ ടൈം സ്പെൻഡ് ചെയ്യരുത്, അതിന് റിസൾട്ട് ഉണ്ടാവില്ല. കാരണം കപടഭക്തി ചെയ്താൽ നമ്മുടെ അധ്വാനം, പന്നിക്ക് മുത്ത് കൊടുത്തു, പട്ടിക്ക് ഒരു ഉപകരണം കൊടുത്തു, അവർ രണ്ടും തിരിഞ്ഞു അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ കപടഭക്തി എപ്പോഴും ഇഞ്ചുറിയിൽ അവസാനിക്കും. ഇത്ര അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ പോകല്ലേ. നിങ്ങൾ എന്റെ നേരെ തിരിഞ്ഞ് എന്നെ അനുസരിക്കേ. ഐ വിൽ റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു യു. എന്നിട്ട് 12-ാം വാക്യത്തിൽ വന്ന് അതങ്ങ് കൺക്ലൂഡ് ചെയ്യാണ്. സോ വാട്ട് എവർ യു വിഷ് അതേഴ്സ് ടു ഡു ടു യു, യു ഡു ദാറ്റ്,
you do that, you do that to them, for this is the law and the prophets. അപ്പൊ കർത്താവ് ആദ്യം ലോയും പ്രോഫറ്റ്സിനെ കറക്റ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ കൺക്ലൂഷൻ പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ അവരോട് അത് തന്നെ ചെയ്യുക. സിമ്പിൾ ബട്ട് വെരി ഹാർഡ്. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്ന എന്തിനാ? കപടഭക്തിയെ ഡിസ്കറേജ് ചെയ്യാണ് കർത്താവ്. സോ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ദാറ്റ് സെക്കൻഡ് കറക്ഷൻ. സോ 8:55 ആയി. So let me summarize it, and we will start with the conclusion and the other chapters next week. So let's conclude. Sorry for the trouble. I really apologize. ഇത്രയും ദൈവം സഹായിച്ചു. Thanks for your patience. Thanks for your cooperation. എനിക്കും ഒരു അല്പം ബുദ്ധിമുട്ടായി, എന്റെ മുഖം കാണാൻ പറ്റുന്നില്ല എല്ലാം, എങ്കിലും താങ്ക്സ്. So let's summarize. Sermon on the Mount. Sermon on the Mount 3 കാര്യങ്ങളാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. 5-ാം അധ്യായം അതിന്റെ 3 തൊട്ട് 16 വരെയാണ് ഗോഡിന്റെ കിങ്ഡം പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നത്. ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ കീഴിൽ ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. ഇങ്ങനെയല്ലാതെ എന്ത് ജീവിച്ചാലും അത് കപടഭക്തിയായിട്ട് ഞാൻ വ്യാഖ്യാനിക്കും. ഇതാണ് ദൈവത്തിന്റെ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സെക്ഷൻ 5:17 തൊട്ട് 7:11 വരെ കർത്താവ് അവരെ കറക്റ്റ് ചെയ്യാണ്. കറക്ഷൻ കഴിഞ്ഞിട്ട് 7:12 തൊട്ട് 27 വരെ അവർക്ക് കർത്താവ് ചോയ്സ് കൊടുക്കുക. ഞാൻ എന്റെ പ്രമാണങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്തു, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കണം. അതാണ് 7:12 തൊട്ട് 27 വരെ. അത് നമ്മൾ അടുത്ത ആഴ്ച അതും തുടർന്നുള്ള പാസേജസിലേക്ക് പോകുന്നതാണ്. എന്നാൽ ഈ 2 ക്ലാസ് ആയിട്ട് നമ്മൾ ഒരു തീമാണ് കവർ ചെയ്തത്, കറക്ഷൻ. 2 കാര്യം ഗോഡ് കറക്റ്റ് ചെയ്തു. ഒന്ന്, കറക്ഷൻ. ഫസ്റ്റ് കറക്ഷൻ എന്തായിരുന്നു? നമ്മൾ സ്ക്രിപ്ചറിനെ ദൈവത്തിന്റെ മായുള്ള ആത്മീയ ബന്ധത്തിന്റെ വെളിച്ചത്തിൽ അത് മനസ്സിലാക്കണം. You have to understand the scriptures in the light of the relationship with God. അതല്ലാതെ അവനവന് ബോധിച്ചതുപോലെ അത് വ്യാഖ്യാനിക്കരുത്. അതാണ് ഫസ്റ്റ് കറക്ഷൻ. ഞാനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൽപ്പനകളെ മനസ്സിലാക്കണം. എന്റെ ഹൃദയം നിങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധത്തിൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ വചനവും മനസ്സിലാവില്ല. എക്സാമ്പിൾ അവിടെ പറഞ്ഞത് കോപം, വ്യഭിചാരം, ഡിവോഴ്സ്, വാക്കുകൾ, സ്വയറിങ്, റിവെഞ്ച്, ലവ്, ഈ വക 6 വിഷയങ്ങൾ അവിടെ എടുത്തിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാം. നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കരുത്, ദൈവത്തിന്റെ മനസ്സ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് കറക്ഷൻ. ദൈവത്തെ മനസ്സിലാക്കി, കറക്റ്റ്. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ, ആഴമായ ഭക്തിയുള്ള ബന്ധത്തിൽ നമ്മൾ വചനം വായിച്ചെങ്കിലേ അത് മനസ്സിലാകുള്ളൂ. അതാണ് ഫസ്റ്റ് കറക്ഷൻ. 2ാമത്തെ കറക്ഷൻ, ഈ പ്രമാണങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് മനുഷ്യന് കപടഭക്തിക്ക് ഭയങ്കര ടെംപ്റ്റേഷനാണ്. ഒന്ന്, കർത്താവ് ചൂണ്ടിക്കാണിച്ച 5 ഏരിയ ഉണ്ട് എവിടെയൊക്കെയാണ് കപടഭക്തി കുത്തിക്കയറ്റാൻ ചാൻസ് ഉള്ളതെന്ന്. ഒന്ന്, നമ്മൾ വലിയ ധാരാളശാലിയായ ഹൃദയമുള്ള ആളാണ്, നമ്മൾ നല്ല ആളാണ്, നോബിൾ ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അതാണ് 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ. പിന്നെ കപടഭക്തി കയറി വരുന്നത് പ്രാർത്ഥനയിലാണ്. പബ്ലിക്കായിട്ട് പ്രാർത്ഥിച്ചു, പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം എന്ന വ്യക്തിയോട് സംസാരിക്കുന്നതിനുപരി നമ്മൾ പ്രസംഗിക്കുന്ന പോലെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു വ്യക്തിയോട് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? പിന്നെ ഫാസ്റ്റിംഗ്, നമ്മൾ പിന്നെ അങ്ങനെ ഫാസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിലും ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ ആത്മീയമായ ജീവിതത്തിന്റെ ഒരു വലിയ ഫൗണ്ടേഷനാണ് ഈ ഫാസ്റ്റിംഗ്. അത് ചെയ്യുമ്പോൾ ഈ ആൾക്കാരെ അറിയിച്ചുകൊണ്ട് ചെയ്യരുത്. ചുരുക്കി പറഞ്ഞ ഷോ ഓഫ് ഈസ് ഹിപ്പോക്രസി. നമ്മൾ എന്ന് 4 പേരെ കാണിക്കാൻ എന്ത് ചെയ്തോ അവിടെ ദൈവം ഇല്ല, അവിടെ ദൈവം നമ്മളെ സ്വീകരിക്കില്ല. പിന്നെ ജീവിതം,
We will try to focus on that life along with the choices next week. ലൈഫിൽ പറയുന്നത് വറി, അതും ഈ ആദി കൂടുക എന്നൊക്കെ പറയില്ലേ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എനിക്ക് സമർപ്പിച്ചെങ്കിൽ നിങ്ങൾ എന്തിനാ ആദി കൂടുന്നേ? പ്രയാസം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, തോൽവി ഉണ്ടാവും, പക്ഷെ ആദ്യം ഉണ്ടാകരുത്. ഇഫ് യു സറണ്ടർ ഇറ്റ് ടു മീ, പുത്രൻ പിതാവിന് സമർപ്പിച്ചിട്ട് കുരിശി കയറി, ചാട്ടവാറുകൊണ്ട് അടിച്ചു, വിശന്നു, കരഞ്ഞു. അപ്പം സമർപ്പിച്ചതിന് തെളിവൊന്നും അല്ല ഈ ജോലിയില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രയാസമൊന്നും, കാശില്ല, അതില്ല, ഇതില്ല, ഇതൊന്നും അല്ല സമർപ്പണത്തിന്റെ സിമ്പിൾ. പക്ഷെ നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ പിന്നെ വിചാരപ്പെടരുത്. അവസാനമായി നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ന്യായം വിധിക്കും മറ്റുള്ളവരെ. ഇവിടെയും കപടഭക്തി ചാൻസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യരുത്. അപ്പൊ രണ്ടാമത്തെ കറക്ഷനാണ്, കപടഭക്തി തെറ്റാണ്, ഈ ഏരിയാസ് ഒക്കെ സൂക്ഷിക്കണം, കപടഭക്തി കയറി വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും മെനക്കെട്ട് കപടഭക്തി ചെയ്യുന്ന എന്തിനാ? ഒരു ഗുണവുമില്ല. എക്സാമ്പിൾ, ഒരു മൃഗത്തിന് വിശുദ്ധ ഉപകരണം കൊടുത്തിട്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. പന്നിക്ക് മുത്ത് കൊടുത്തിട്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല. ഇത് രണ്ടും തിരിഞ്ഞ് നമ്മളെ കടിക്കും, ഉപദ്രവിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ കപടഭക്തി. ഇതിന് കൊടുക്കുന്ന അധ്വാനത്തിന് ഒരു റിസൾട്ടും ഇല്ല. കാരണം ഭക്തിയാണല്ലോ അഭിനയിക്കുന്നത്. അതാണല്ലോ വിഷയം. വെറുതെ അഭിനയിക്കുകയല്ല, ഞാൻ 100 മീറ്റർ 5 സെക്കൻഡ് കൊണ്ട് ഓടി എന്ന് അഭിനയിക്കുകയല്ല, ഭക്തിയാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭക്തി അഭിനയിച്ചാൽ ഈ മൃഗങ്ങൾ നിങ്ങളെ തിരിച്ചറ്റാക്ക് ചെയ്യുന്ന പോലെയേ ഉള്ളൂ, അത് തിരിച്ചു വരും. അതുകൊണ്ട് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ പട്ടിയുടെ അടുത്ത് പോകുന്നതിന് പകരം, നിങ്ങൾ പന്നിയുടെ അടുത്ത് പോകുന്നതിന് പകരം നിങ്ങൾ എന്റെ അടുത്തോട്ട് വാ. യു ആസ്ക്, യു നോക്ക്, യു സീക്ക്. ആ അധ്വാനം എന്റെ മുമ്പിൽ കൊണ്ടുപോവാ, എന്നെ അനുസരിക്ക്, എന്നോട് മിണ്ട്, എന്നോട് ചോദിക്ക്, എന്റെ മുമ്പിൽക്കാരെ എന്നോട് സമർപ്പിക്ക്. ആ അധ്വാനം നിങ്ങൾ ഇവിടെ ചെയ്യേ. ഐ വിൽ റെസ്പോണ്ട് പോസിറ്റീവ്. അങ്ങനെ പറഞ്ഞ് അങ്ങ് കൺക്ലൂഡ് ചെയ്തു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കർത്താവ് അവർക്ക് ചോയ്സ് കൊടുക്കുന്നത്. 2 ഗേറ്റ് ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. 2 ഗേറ്റ് ഉണ്ട്. നിങ്ങൾ ഏത് ഗേറ്റ് എടുക്കും? 2 മൃഗങ്ങളുണ്ട്, ചെന്നായും ഷീപ്പും. നിങ്ങൾ ആരാണ്? 2 പ്ലാന്റ് ഉണ്ട്, ഫലം തരുന്ന പ്ലാന്റും ഫലമില്ലാത്ത പ്ലാന്റും. നിങ്ങൾ ഏതാ? അത് കഴിഞ്ഞിട്ട് 2 പ്ലാന്റ്. അത് കഴിഞ്ഞിട്ട് 2 ബിൽഡേഴ്സ് ഉണ്ട്. നിങ്ങൾ ഏത് ബിൽഡേഴ്സാ? അതിനു മുമ്പ് 2 ഡിസൈപ്പിൾസിനെ കാണും. 2 പേരും കരഞ്ഞു. ഒരു ഡിസൈപ്പിളിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ അറിയില്ല. 2 തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ ആ ഒരു ചോയ്സ് കർത്താവ് കൊടുക്കുന്നു. അതാണ് നമ്മൾ അപ്പൊ ആ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ സെർമന്റെ ഏറ്റവും അവസാനം നമ്മൾ സെർമൺ ഓൺ ദ മൗണ്ടിന്റെ കൺക്ലൂഷൻ പാസേജ്, ചെറിയൊരു പാസേജ് ആണ്, അത് വെച്ച് നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങുന്നതാണ്. 2 gates, 2 animals, 2 trees, 2 disciples and 2 buildings. So let me close in 1 minute. കർത്താവിന്റെ പ്രമാണങ്ങൾ പറഞ്ഞു, കർത്താവ് അവരെ കറക്റ്റ് ചെയ്തു, എന്നിട്ട് അവർക്ക് ചോയ്സ് കൊടുത്തു. പ്രമാണങ്ങൾ നമ്മൾ വായിച്ചു. 2 കറക്ഷൻ. 1, ദൈവത്തെ വ്യാഖ്യാനിക്കാൻ ദൈവം പറഞ്ഞ പോലെ വ്യാഖ്യാനിക്കണം, അനുസരിച്ച് ആത്മബന്ധത്തിൽ ആത്മീയമായി ജീവിച്ച് അനുസരണത്തിൽ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. 2ാമത്തെ കറക്ഷൻ, കപടഭക്തി വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഏരിയാസ്, സൂക്ഷിക്കണം. ആ കറക്ഷന്റെ കൺക്ലൂഷൻ, നിങ്ങളുടെ അധ്വാനം പാഴായി പോകരുത്. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ മൃഗങ്ങൾ തിരിച്ചു കടിക്കുന്ന പോലെ അനുഭവമായിരിക്കും. യു ടേൺ ടു മീ, യു നോക്ക്, യു സീക്ക്, ഐ വിൽ റെസ്പോണ്ട് പോസിറ്റീവ്ലി എന്നൊരു വാഗ്ദാനത്തോടുകൂടെ കർത്താവ് ആ പ്രസംഗത്തിന്റെ ഓൾമോസ്റ്റ് എൻഡ് വരെ എത്തി. ഇനിയുള്ളത് ചോയ്സ് ആണ്. ആ ചോയ്സ് നമുക്കും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.